ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഞാൻ വരച്ച കാർട്ടൂണുകളുടെ സമാഹാരം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം തന്ന മറുപടിയും ആ ബുക്കിൽ അദ്ദേഹം ഇട്ട ഒപ്പുമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ആധുനിക വൽക്കരണത്തിലൂടെ ഇന്ത്യയുടെ സമ്പദ് രംഗത്തെ പുതിയൊരു ദിശയിലേക്ക് ഉയർത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ വരച്ച ചില കാർട്ടൂണുകൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. കൂടുതലും ഈ പുസ്തകത്തിലും അദ്ദേഹത്തിന് വിമർശിക്കുന്ന കാർട്ടൂണുകളായിരുന്നു അധികവും. പക്ഷേ എങ്കിലും അദ്ദേഹം ആ ബുക്ക് മുഴുവൻ കണ്ടിട്ട് അദ്ദേഹം അത് ആസ്വദിക്കുകയും അതിന് ഒരു നല്ല കവറിംഗ് ലെറ്ററോട് കൂടി ഒപ്പിട്ട് അദ്ദേഹം തിരിച്ച് അയക്കുകയും ഉണ്ടായി. ആ ബുക്കിലെ കാർട്ടൂണിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന ആരോപണം പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ചതെന്ന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മൗനിഭാവയായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതായത് അദ്ദേഹം അങ്ങനെ അധികം സംസാരിക്കാറില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിരുന്നു എന്നാണ് ഒരു ആരോപണം. സോണിയാഗാന്ധിയുടെ കൂടുതൽ വിധേയത്വം കാണിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ. പിന്നെ ഉദാരവൽക്കരണ സാമ്പത്തിക നയം ഇടതുപക്ഷക്കാരെ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ട് അതിൻ്റെയൊക്കെ പ്രയോക്താക്കൾ ഇപ്പോഴും അവരാണ് കൂടുതലും ഉള്ളത്. എന്നാലും അവരന്ന് ഭയങ്കര ഒരുപാട് ആക്ഷേപിച്ചുകൊണ്ട് നടന്നു. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഈ വില നിർണ്ണയിക്കുന്ന അധികാരം സർക്കാരിൽ നിന്ന് ഈ പെട്രോളിയം കമ്പനിക്കാർക്ക് കൊടുത്തതിന് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ചായിരുന്നു ആ ഒരു. അപ്പോൾ അതുകൊണ്ടിപ്പം പെട്രോളിയം കമ്പനിക്കാർ അവർക്ക് തോന്നുന്ന സമയത്തൊക്കെ പെട്രോളിയത്തിന് വില കൂട്ടുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട്. ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ മൻമോഹൻ സിംഗിനെതിരായിട്ടുള്ള ഈ കാർട്ടൂണുകൾ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം തന്നെയാണ് അതിന് ഒരു അഭിപ്രായം അറിയിച്ചത്. അതായത് ഒരു അസഹിഷ്ണുത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ കാർട്ടൂണിലോട് ഒരു അസഹിഷ്ണുത അദ്ദേഹം കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഒപ്പിട്ട് നമുക്കത് അയച്ചു തരികയും നല്ല അഭിപ്രായം പറയുകയും ചെയ്യത്തില്ലല്ലോ. ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഈ അസഹിഷ്ണുതയാണ്. അവർക്കൊരിക്കലും, പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കൾക്ക്, അവർക്കൊരിക്കലും ഈ കാർട്ടൂണിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാനോ അതിനെ സഹിഷ്ണുതയോടെ സമീപിക്കാനോ അവർക്ക് പറ്റത്തില്ല. എന്നാൽ ഇദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം നല്ല ഒരു കലാ ആസ്വാദകനായിരുന്നെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ, അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഈ ഉദാരവൽകൃത സാമ്പത്തിക നയമാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ തെറ്റായ വഴിയിൽ നിന്ന് ഇപ്പോൾ ഒരു നല്ല വഴിയിലേക്ക് നയിച്ച് ഇത്രയും പുരോഗതി ഉണ്ടായതിൻ്റെ അടിക്കൽ അദ്ദേഹം ഇട്ടതാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് വിമർശിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഒരു സാമ്പത്തിക വിദഗ്ധനായ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരുപാട് അഴിമതി നടന്നിട്ടുണ്ട്. സ്പെക്ട്രം അഴിമതി, ബോഫോഴ്സ്, ഒരുപാട് അഴിമതികൾ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണവും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരും നേതാക്കളും ഒക്കെ അഴിമതി ചെയ്ത് പണം ഉണ്ടാക്കി എന്നൊരു ആരോപണം ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ ഒരു ആരോപണം. കാൽക്കരി കുംഭകോണം, കോമൺവെൽത്ത് അഴിമതി, ടോജി സ്പെക്ട്രം, അങ്ങനെ ഒരുപാട് അഴിമതികൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഇത് ചിന്താ പബ്ലിക്കേഷനാണിത് പുറത്തിറക്കിയത്. ദേശാഭിമാനിയുടെ ചിന്താ പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പുറത്തിറക്കിയത്. വരച്ച വരയിൽ മൻമോഹൻ എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഈ കാർട്ടൂണുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മൻമോഹൻ സിംഗിനെതിരെ വരച്ച മുഴുവൻ കാർട്ടൂണുകളതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കുറേ കാർട്ടൂണുകൾ ഉൾപ്പെടുത്തിയതാണ് ഇത്. അപ്പം അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്കും അദ്ദേഹം ഇന്ത്യക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ കാർട്ടൂൺ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാനൊരു കോൺഗ്രസ് കോൺഗ്രസ് കാർട്ടൂണിസ്റ്റാണെന്നുള്ള ഒരു ചാപ്പ കുത്തി എന്നെ മുദ്ര അടിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷക്കാരും
ചില നിഷ്പക്ഷരെന്ന് അഹങ്കരിക്കുന്ന ചിലർ. പക്ഷേ ഈ മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ പറ്റി ഞാൻ എതിരെ വരച്ചാണ്. സത്യം പറഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇതിനകത്ത് ഒറ്റ കാട്ടം പോലും ഇല്ല, എല്ലാം എതിരെ വരച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ ഏത് കാർട്ടൂണിസ്റ്റാണെന്ന്. ഹരിക്കുന്നവർക്കെതിരായിട്ട് കൂടുതൽ ആശയങ്ങൾ വരത്തുള്ളൂ. അവരാണല്ലോ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അതിനെ നമ്മൾ വിമർശിക്കേണ്ടി വരും. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും. ഞാൻ ആന്റണിക്കെതിരെയും മറ്റേ കരുണാകരനെതിരെയും ഒക്കെ കാർട്ടൂൺ വരയ്ക്കുകയോ അത് പുസ്തകമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്നെ ഒരു കോൺഗ്രസ് കാർട്ടൂണിസ്റ്റായിട്ട് മുദ്ര കുത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ടി കൊള്ളൂതുന്ന കാർട്ടൂണിസ്റ്റായിട്ട് മുദ്ര കുത്തിയിരിക്കുകയായിരുന്നു. ഇതൊക്കെ കാണുമ്പം ശരിക്കുമുള്ള നിഷ്പക്ഷമതികൾക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെയല്ലാന്ന്. കേൾക്കാൻ പറ്റും. നല്ല വയറാണ് എനിക്കറിയാം. വീട്ടിലങ്ങനെ കിടക്കുവാണ് വയ്യാത്തോണ്ടേ ഞങ്ങൾ ഈ കുറച്ച് നെയ്യുണ്ട്. അത് ഇങ്ങനെ വന്നു. പണ്ട് വലിയ നെയ്യോട് എത്ര വലിയ മത്തിയല്ലേ, മത്തിക്ക് ഇത്ര മണ്ണ് വരെ കാണിച്ചാൽ വന്നാൽ സൂചി ദൂരൊക്കെ കൊടുക്കും. നീ എത്ര രൂപ പത്താമത് അത് മൊത്തം കഴിച്ചു കൊടുക്കും. അവിടെ എന്തൊക്കെ മീനെ ഈ ക്രോഷി എടുക്കുക, പിന്നെ സെറ്റ് തന്നെ അത് ഒക്ടോബർ 7 നവംബർ 2 മാസം ഡിസംബർ 7 2 മാസമായി. ജനുവരി 7 3 മാസം. ആ സ്ഥലത്തിന് അഭ്യർത്ഥന അറിയിക്കുന്നത് അത് കാണാൻ പോയിരിക്കുക. നീയിപ്പോൾ എന്നാ അവിടെ ഇങ്ങനത്തെ സ്ഥലം ആ ടൗൺ താമസിച്ചിട്ട്
പിള്ളേരടുത്ത് 2 ദിവസത്തോടെ നിൽക്കും. വെക്കേഷൻ ഒന്നും ചെയ്യാൻ ഇത്രയ്ക്കധികം പോകുള്ളൂ. അവിടെ ഇവർ താമസിക്കുന്നതൊന്നും ഇല്ല, കാണാനും കേൾക്കാനൊന്നും ഇല്ല. ആശുപത്രിയിലും കാണാനല്ലോ. കാരണം എല്ലാം കൊണ്ട് അമ്മൂമ്മ അമ്മൂമ്മ അങ്ങനെ കയറി തള്ളി പോകാനൊക്കെ പറ്റുന്ന ബാത്റൂമൊക്കെയാണ്. അവർക്കതെല്ലാം പറ്റും. പക്ഷെ മുത്തോപ്പുഷൻ ഇവിടെയൊക്കെ പിന്നെ പോകുന്നത് ഇവരുടെ പറയുന്നത് ഇത് ഞങ്ങൾ എന്താ ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും, അല്ലാതൊന്നും ആൾക്കാരില്ല. അതിന് സമയം വരും. ഒരു ആ മരവ് മഞ്ഞ് മൂടിയിട്ട് മരവ് ഓരോ ഈ മാസങ്ങളിൽ ഡിപ്രഷൻ കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്ന അതിന്റെ ഭാരം കുറച്ച് അടിപൊളി കേക്ക് ലൈനിൽ ഇരുന്ന് തരാം. നല്ല നല്ല നേടോ മൈക്കിൾ ചെറിയ പീസ് മതി ടേസ്റ്റ് ചെയ്യാൻ. അറിയാൻ പറ്റും. ചെറിയ